വീക്കെൻഡ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഏറെ കാത്തിരുന്ന നമ്മളുടെ +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മൾ കാത്തിരുന്നത് ഈ ഒരു റിസൾട്ടിന് വേണ്ടിയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പരീക്ഷണം എന്ന രീതിയിലാണ് വിദ്യാർത്ഥികൾക്ക് ഈ +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഇത്തവണ ഉണ്ടായത്. ആദ്യമായിട്ട് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടത്തേണ്ടിയിരുന്ന പരീക്ഷ ആദ്യമായിട്ട് +2 പബ്ലിക് പരീക്ഷയോടൊപ്പം നടത്തി എന്നുള്ള ഏറ്റവും ചരിത്രമായ സംഭവം. അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് ഉള്ള ഒരു പരീക്ഷണത്തിന്റെ റിസൾട്ട് പുറത്തു വന്നിരിക്കുന്നു. ഓരോ വിദ്യാർത്ഥികളും DHS സൈറ്റിൽ വളരെ കൃത്യമായിട്ട് തന്നെ റിസൾട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കൃത്യമായി തന്നെ ഇന്ന് വരും എന്ന് നേരത്തെ തന്നെ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും ചില വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ചില വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഴയതിനേക്കാൾ അത്ര മെച്ചപ്പെട്ടിട്ടില്ല ഇംപ്രൂവ്മെന്റ് പരീക്ഷ എന്നുള്ള വാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ചതിച്ചോ അതോ രക്ഷപ്പെട്ടോ എന്നുള്ളത് വിദ്യാർത്ഥികളാണ് പറയേണ്ടത്. അപ്പോൾ നിങ്ങളുടെ വീക്കെൻഡ് മീഡിയയുടെ കമന്റ് ബോക്സ് നിങ്ങൾക്കായി തുറന്നിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ റിസൾട്ടിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ എന്തായാലും +2 പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ഒരു സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന റിസൾട്ടായിരുന്നു +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ റിസൾട്ട്. ഫുൾ മാർക്കൊക്കെ പ്രതീക്ഷിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ മാർക്കൊക്കെ വളരെ നിർണായകമായിരുന്നു. അപ്പോൾ എന്തായാലും എന്ത് മാറ്റമാണ് നിങ്ങളുടെ റിസൾട്ടിൽ ഉണ്ടായിട്ടുള്ളത്? റിസൾട്ടിൽ നോ ചേഞ്ച് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ചേഞ്ച് ഉണ്ട് എങ്കിൽ എത്ര മാർക്കിന്റെ ചേഞ്ച്, ഏതൊക്കെ വിഷയങ്ങൾക്ക് എന്നുള്ളത് നിങ്ങൾക്ക് കമന്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ എന്തായാലും ഇനി +2 പരീക്ഷാഫലത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് എല്ലാ വിദ്യാർത്ഥികളും. അപ്പോൾ എന്തായാലും +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷ എറിഞ്ഞ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വീക്കെൻഡ് മീഡിയയുടെ എല്ലാ ആശംസകളും. എന്തായാലും മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതിലെല്ലാവർക്കും ബൈ.